എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട് കത്തിയിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തിൻ്റെ ഒരു വിവാദ പരാമർശമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കും തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവങ്ങൾക്കെല്ലാം ഒരു മൂലകാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ യുവജനങ്ങൾ പാറ്റകളെ പോലെയാണ് എന്നാണല്ലോ അദ്ദേഹം ആദ്യം ഉപമിച്ചത്. അതിനെ തുടർന്ന് പാർട്ടികളുടെ പേരിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടാവുകയും ആ പാർട്ടിയിലോട്ട് 2-3 ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി എന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടികളോട് എത്രമാത്രം ആ പാർട്ടികളിൽ നിലനിൽക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയോട് അസംതൃപ്തരാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിലപ്പെട്ട സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമരവുമായി ബന്ധപ്പെട്ടോ അതിന് വന്നിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനെ പറ്റിയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവനയും നമ്മൾ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന വിമുഖത എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പല BJPയുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലുള്ള കോടിക്കണക്കിന് ആളുകൾ പാർട്ടിയെ പിന്തുണയ്ക്കും, പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഉള്ള പ്രസ്താവനകളൊക്കെ നടത്തും. അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അവരവരുടെ ജോലി അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോട് കൂറു പുലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരാം. പക്ഷേ ഒരു ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്താണ് ഇവിടെ നീറ്റുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യം? ഒരു 50ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഒരു പരീക്ഷ, അതായത് നീറ്റ് പോലുള്ള പരീക്ഷ എത്രയധികം ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലുണ്ടായിരുന്ന വീഴ്ചകളെ ഇത്ര ലഘൂകരിച്ചുകൊണ്ട് ഒരു കടന്നു പോകാൻ ഒരു ഭരണകൂടത്തിന് കഴിയുമോ? അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ള മൈലേജിൽ കുറവുണ്ടാവുക? തൊട്ടടുത്താണ് നമ്മൾ കണ്ടത്, ഇംഗ്ലണ്ടിലൊരു ഇത്ര പോലും പ്രശ്നമല്ലാത്ത ഒരു കാര്യത്തിന് അവിടുത്തെ മന്ത്രി രാജിവെച്ച് പുറത്തുപോയി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയാത്തത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിക്കുമ്പോൾ ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ആ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യചോർച്ച കണ്ടതും അതിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സങ്കടങ്ങൾ കണ്ടതും വിദ്യാർത്ഥികൾ തന്നെ പലരും ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇത്രയധികം ആളുകൾ സംഘടിച്ച് ഇതിൻ്റെ നടത്തിപ്പുകാരെ ആ സ്ഥാനത്ത് നിന്നും ധാർമ്മികമായി മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് മാറണ്ട എന്ന് പറയുന്നത്? ജനാധിപത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറ്റമല്ല, അത് അവരുടെ അവകാശമാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടം ഇത്തരം അടിച്ചമർത്തലുകൾക്ക് തുനിഞ്ഞാൽ എങ്ങനെയിരിക്കും? അധികാരം എത്ര ശക്തമായാലും സത്യത്തിനും ജനങ്ങളുടെ ഐക്യത്തിനു മുൻപിൽ വീണുപോയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു പരീക്ഷയുടെ മാത്രം കാര്യമല്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അവരുടെ ശബ്ദം കേൾക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം.